ഹായ് എവരിവൺ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ സബ് ചെയ്തേക്കുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാനിപ്പം ജിയോജിത്തിൻ്റെ ചാർട്ടൊന്ന് ബ്രേക്ക് ചെയ്യാം. അപ്പം അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ജിയോജിത്ത് ഹോൾഡ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തവർക്കൊക്കെ ഈ വീഡിയോ കണ്ടാൽ ഉപകാരപ്പെടും. 100% നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ തന്നെ പഠിക്കാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പം നമ്മുടെ ഈ ജിയോജിത്തിൻ്റെ ചാർട്ട് കിടക്കുന്നത് ഇങ്ങനെ. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ചരിഞ്ഞ് ഒരു അപ്പ് ട്രെൻഡും അല്ല ഡൗൺ ട്രെൻഡും അല്ലാത്ത രീതിയിൽ ഒരു ഹൊറിസോണ്ടൽ രീതിയിൽ സൈഡ് വേസ് ട്രെൻഡിലൊരു ഇത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ കാണാമല്ലോ. അപ്പം ഈ ഒരു ചാർട്ട് തുടങ്ങുന്നത് ഒരു 2005 റേഞ്ചിലാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലേറ്റസ്റ്റായിട്ട് വന്നേക്കുന്ന ഒരു എൻട്രിയുടെ കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ലേറ്റസ്റ്റായിട്ട് വന്നേക്കുന്ന എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സിമ്പിളാണ്, കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു എൻട്രിയാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുന്നു, കണ്ടോ? നമ്മളിവിടെ നിന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് വരയ്ക്കുന്നു. ഇവിടെ ഇങ്ങനെ വരച്ചു, കൃത്യമായിട്ട് നമ്മളിങ്ങോട്ട് വരച്ചു. ഒരു സെക്കൻഡ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വേണ്ടി ഇങ്ങനെ ഒന്ന് വരച്ചു വെച്ചു. എന്നിട്ട് നമുക്കൊരു സപ്പോർട്ട് കൂടെ വരയ്ക്കാം. സപ്പോർട്ട് ഇവിടെ വരെ സപ്പോർട്ടായിട്ട് നമ്മൾ വരച്ചു. ഇപ്പോൾ ഇത് ഏത് പാറ്റേൺ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പാറ്റേൺസിനെ പറ്റിയും അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ പറ്റിയും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. അതിനകത്ത് ബേസിക്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ ഒരുപാട് ചാർട്ട് അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു ട്രയാങ്കിൾ പാറ്റേൺ, ഇവിടെ നല്ലൊരു ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട് എന്ന്. അപ്പം ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ വരെ അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള മൂവ്മെൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ കുറച്ച് ട്രിക്കിന്ന് ഞാൻ പറഞ്ഞത്. അത് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് എത്ര മൂവ് മുകളിലോട്ട് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായാലും ഒരുപാട് ടൂൾസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ തന്നെ ആ ഒരു എൻട്രി കണ്ടെത്തിയിട്ടുള്ളവർക്കൊക്കെ നല്ലൊരു മൂവ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഏകദേശം മൂവ്മെൻറ്റ് എവിടെ വരെ പോകുമെന്ന് നമ്മളെങ്ങനെ അറിയും? അതിന് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളില്ല, അത് മാർക്ക് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഇത് ഓർത്ത് വെച്ചോണം. ഞാനിതൊക്കെ ഇച്ചിരി വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ റേഞ്ചിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വെക്കുന്നു. പിന്നെ നമ്മൾ അതിനൊരു സപ്പോർട്ടും വരയ്ക്കുന്നു. അപ്പം നിങ്ങൾക്കറിയാം ഈ ഒരു ചാർട്ട് കംപ്ലീറ്റ്ലി മൂവ് ചെയ്തേക്കുന്ന ഒരു സൈഡ് വേസ് രീതിയിലാണ്. കണ്ടോ? റെസിസ്റ്റൻസ് ആ ഒരു ഏരിയ എത്തിയിട്ട് റെസിസ്റ്റൻസായി, അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പം നമുക്കിനി ഇതിൻ്റെ ബാക്കിയുള്ള മൂവ്മെൻറ്റുകൾ എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മളെപ്പോഴും ഞാനിച്ചിരി ലോങ് ടേം വ്യൂവിലാണ് ഞാനിപ്പോഴും എൻട്രി എടുക്കുക. ലോങ് ടേം എന്ന് പറഞ്ഞാൽ കൊല്ലങ്ങളോളമല്ല, ഒരു വീക്കിലി ട്രെൻഡിലൊക്കെയാണ് ഞാൻ സാധാരണ എടുക്കാറുള്ളത്. പിന്നെ അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ചിലത് ഞാൻ ഡെയിലിയിലും എടുത്തിട്ടുണ്ടില്ല എന്നല്ല. പിന്നെ അത് അതനുസരിച്ചിട്ട് പിന്നെ മാർക്കറ്റ് കണ്ടീഷനൊക്കെ നോക്കി മാത്രം എൻട്രി എടുക്കുക. കണ്ടോ? ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചെന്ന് വെച്ചോ, ഈ ഒരു സംഭവം കണ്ടോ? ഈ ഒരു ഓൾ ടൈം ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മുമ്പ് ഒരു ട്രയാങ്കിൾ പാറ്റേൺ വരച്ചതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ കളർ മാറ്റാം. ആ ട്രയാങ്കിൾ പാറ്റേൺ ഞാൻ ഒന്നുകൂടെ വരയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ഞാൻ ആ ഉദ്ദേശിച്ചതെന്ന്. ഇവിടാണല്ലോ നമ്മൾ ട്രയാങ്കിൾ കണ്ടത്. അതുകൊണ്ട് ഇതെല്ലാം കൃത്യം നമുക്ക് പല രീതിയിൽ വരയ്ക്കാൻ കണ്ടു. ഇതൊക്കെ ഓരോ ചാനലായിട്ട് വരുന്നതുണ്ടോ? അതെല്ലാം പോട്ടെ. നമ്മൾ റീസെൻ്റ്ലി നമ്മൾ ജസ്റ്റ് വേണ്ടി ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നു. ഇത് ഗ്രീനും ഇത് നിങ്ങൾക്കത് വേർതിരിച്ച് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് വരെ നമുക്കത് ഹോൾഡ് ചെയ്യാം. 148 വരെ 150 റേഞ്ച് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് എങ്ങനെ വരുമായിരിക്കും? ഇവിടെ നിന്നെങ്കിൽ റിവേഴ്സ് കളിച്ച് ഇങ്ങനെ നിന്നിട്ട് ഈ കാണുന്ന സൈഡിലോട്ട് നമ്മൾ ഈ വരച്ചേക്കുന്ന ഈ ഒരു ലൈൻ അത് ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ താഴോട്ട് ഇങ്ങനെ വന്ന് വരാം. ഇവിടെ ബ്രേക്ക് ആകുന്ന വരെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ബാക്കി അത് ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് വേറൊരു പാറ്റേൺ ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഇതൊക്കെ നേരത്തെ പ്രവചിക്കാൻ 100% പറ്റുന്നവരുണ്ട്. അയാളാണല്ലോ ഷെയർ മാർക്കറ്റിലെ ദൈവം. അപ്പം നമുക്കുള്ള അറിവ് വെച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾക്കത് ലോജിക്കായിട്ട് തോന്നില്ലേ? അപ്പം അടുത്തൊരു ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു ബ്രേക്ക് നടന്ന് കുറച്ചിങ്ങനെ ഒരു കൺസോൾട്ടേഷൻ പോലെയൊക്കെ വന്നിട്ടോ അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അടുത്തൊരു എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക്
എൻട്രി ഇപ്പോൾ ഒരു ബൈ എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാണുന്ന ഈ ബ്ലാക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ തന്നെ ഇവിടെ വരെ പോവാം, അല്ല ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണോ എന്നുള്ള കാര്യമൊക്കെ കൺഫേം ചെയ്തിട്ട് മാത്രം എൻട്രി എടുക്കുക. നിങ്ങൾക്ക് എന്തായാലും ഒരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ റെസിസ്റ്റൻസ് വരെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അല്ലെന്നുണ്ട് നിങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ റിസ്ക് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പകുതി സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ബ്രേക്ക് ആകുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ലോസ് ഒക്കെ നമുക്ക് തന്നെ ഈ ഒരു ലൈനിലോട്ടൊക്കെ മാറ്റാം. ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് മാറ്റി നമുക്ക് തന്നെ ഈ ഒരു ലൈനിൻ്റെ താഴോട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. സ്വിംഗ് ലോസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ അങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പറയും നിലവിൽ ഇത് ബൈ ചെയ്ത് ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു റെസിസ്റ്റൻസ് ഏരിയയിലോട്ടാണ് ചെറിയ രീതിയിൽ പോകുന്നത്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഒരു ലോങ് ടൈം വ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് 100% പേടിക്കേണ്ട അല്ലെങ്കിൽ ഒരു അലേർട്ടായിരിക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ തൽക്കാലം ഈ ട്രയാങ്കിളൊക്കെ ഒന്ന് മാറ്റുവാണ്. എനിക്ക് തന്നെ കണ്ടിട്ട് തരാറുണ്ട്. അപ്പം നിങ്ങൾ ചെറുതായിട്ടൊന്ന് അലേർട്ടാണ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലൈൻ ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് സെല്ല് ചെയ്ത് കളയാം. പിന്നെ ഒരു താഴോട്ട് ചിലപ്പം ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് സൈഡിലോട്ട് ഒരു മൂവ്മെൻ്റ് ഒക്കെ കുറേ നാൾ ഹോൾഡായി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാനിത് ടെക്നിക്കൽ വ്യൂ മാത്രമേ പറയുന്നുള്ളൂ. ഫണ്ടമെൻ്റലി വാങ്ങിച്ച് ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്തവരുടെ കാര്യം ഞാനതൊന്നും പറയുന്നില്ല. ഓക്കെ, ഞാനത് കുറച്ച് ആഴ്ചകളൊക്കെ വാങ്ങിക്കുന്നവരുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം ബേസിക് പ്രൈസ് ആക്ഷൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഒറ്റ ചെറിയൊരു ചാർട്ടിൽ തന്നെ നമുക്ക് ഏതൊക്കെ രീതി പറയാൻ പറ്റുന്നതുണ്ടോ. അപ്പം നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കും വരച്ച് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നിങ്ങൾ വാച്ച് ലിസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് വീക്കിലി നിങ്ങൾ ഹോൾഡ് ചെയ്യുവാണ്, കുറച്ച് നിങ്ങൾ വാച്ച് ചെയ്യുവാണ്, അലേർട്ടൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെൻഡ് ലൈനിലൊക്കെ ഒരു അലേർട്ട് ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് നിങ്ങൾ പോകുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒരു എൻട്രി കണ്ടെത്താൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഇവിടെ കണ്ടോ, സിമ്പിളായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണം. അതിനാണ് ഞാനിപ്പോൾ ചിലപ്പോൾ ഇച്ചിരി ടൈം ആയാൽ പോലും ഇപ്പം ഇതുണ്ട്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. ബ്രേക്ക് ഔട്ടല്ല, ഇവിടെ ഒരു ഡൗൺ ട്രെൻഡാണ് ഈ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വലിയൊരു ചാർട്ട് നിങ്ങൾ വരച്ചു, വലിയൊരു ടൈം ഫ്രെയിം നിങ്ങളുടെ അനാലിസിസ് നടത്തി. അപ്പോൾ ഈ വലിയൊരു ടൈം ഫ്രെയിമിനകത്തുള്ള ഒരു അപ്പ് ട്രെൻഡിനകത്തുള്ളൊരു ഡൗൺ ട്രെൻഡാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ആകുന്നപ്പോഴാണ് നിങ്ങൾ ഡൗൺ ട്രെൻഡ് ഒന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആകണം. 2 ഒരു ലോവർ ഹൈയും കൂടെ ബ്രേക്ക് ആകണം. നടുതുണ്ടോ, ഈ ഒരു പാർട്ട് ബ്രേക്ക് കൺഫേം ആയിട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ എൻട്രി എടുക്കാമായിരുന്നു. കണ്ടോ, ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു ഏരിയ ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട് ഈ ഒരു പാർട്ടിൽ. അപ്പോൾ എത്രയും മൂവ്മെൻറ്റ് കിട്ടിയെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് തന്നെ ഇവിടുന്ന് ഒരു ലോജിക്കലായിട്ടുള്ള ഒരു എൻട്രി എടുക്കുമായിരുന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടുന്ന് കൃത്യം ഒരു എൻട്രി എടുത്താൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വിംഗ് ലോയിലൊക്കെ വെച്ചാൽ പോലും നിങ്ങൾക്ക് തന്നെ ഈ തൊട്ടടുത്ത റെസിസ്റ്റൻസ് വരെ നിങ്ങൾക്ക് കയറായിരുന്നല്ലോ. 100% അടുത്തുള്ള മൂവ്മെൻറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ നമുക്ക് എൻട്രി എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത്. ഇത് ഉറപ്പായിട്ട് നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും നിങ്ങൾക്ക് ഒന്നുകിൽ നോളജെങ്കിലും നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അടുത്തടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും നല്ല 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 എൻട്രികൾ കിട്ടട്ടെ, നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ലോങ് ടൈം വ്യൂവിലൊക്കെ നിൽക്കുന്നവർക്ക് ഇപ്പം ചെറിയ വന്നേക്കുന്ന ഫ്ലക്ച്വേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരുപാട് പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം എങ്ങനെ കളിച്ചാൽ ഈ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഓൾറെഡി ഇപ്പം അപ്പ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെൻറ്റ് ഇങ്ങനത്തെ 3 കാര്യങ്ങൾ എല്ലാ കാലത്തും മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊന്നും ഓർത്താരും വറീഡ് ആകുമൊന്നും വേണ്ട. നിങ്ങൾക്ക് നല്ലൊരു എൻട്രി കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രമേ ട്രേഡ് ചെയ്യാവൂ. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ് വേറെയാണ്. നമ്മളിപ്പം ട്രേഡിങ്ങിൻ്റെ കാര്യം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഒരുപാട് അറിവുകൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു വീഡിയോസ് കാണുമ്പോൾ ബെനിഫിറ്റ് എന്തായാലും കിട്ടാതിരിക്കത്തില്ല. അപ്പം നമുക്ക് ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.